സംസ്കൃത ഭാഷാ പ്രോത്സാഹനത്തിന് എല്ലാ വർഷവും നടത്തിവരുന്ന സ്കോളർഷിപ്പ് പരീക്ഷയുടെ നടത്തിപ്പാണ് ആശങ്കയിലായത്. എല്ലാ വർഷവും ഡിസംബർ മാസത്തിലാണ് പരീക്ഷ. ഈ വർഷം ഡിസംബർ പകുതിയോളം അടുക്കുമ്പോഴും പരീക്ഷയുടെ പ്രാഥമിക നടപടികൾ പോലുമായിട്ടില്ല. 1,00,000-ലധികം കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. നടത്തിപ്പിൽ അനിശ്ചിതത്വം തുടർന്നതോടെ സ്കോളർഷിപ്പ് തന്നെ നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. ഏകദേശം 95 ലക്ഷം രൂപയുണ്ടായിരുന്ന സംസ്കൃത വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ടുകൾ വെട്ടിക്കുറച്ച് ഇപ്പോൾ കേവലം 60 ലക്ഷം രൂപയിൽ എത്തിയിരിക്കുകയാണ്. ഈ 60 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പ്രവർത്തനമാണ് ഈ സ്കോളർഷിപ്പ് പ്രവർത്തനം എന്ന് പറയുന്നത്. അത് ഇതുവരെ ആ ഒരു സ്കോളർഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ഇന്ന് വരെ നടന്നിട്ടില്ല. മാത്രമല്ല, അതിൻ്റെ ഏറ്റവും പ്രാഥമികമായി നടക്കേണ്ടുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ നിർമ്മാണമാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിർമ്മാണത്തിന് പോലും ഫണ്ട് തികയാത്ത രീതിയിലേക്കാണ്. കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ പോയാൽ ക്വസ്റ്റ്യൻ പേപ്പർ നിർമ്മാണത്തിന് പോലും തികയാത്ത രീതിയിലേക്ക് ഫണ്ടുകൾ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. നിലവിലെ അനിശ്ചിതത്വം ഒഴിവാക്കി സ്കോളർഷിപ്പ് നൽകാൻ സർക്കാർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് സനൽചന്ദ്രൻ CP പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഈ ആനുകൂല്യത്തെ നിലനിർത്തി പോരുവാൻ ഏതറ്റം വരെയും കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ കുട്ടികളോടൊപ്പം ഉണ്ടാകും. സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടുന്ന സാഹചര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് വളരെ ദുഃഖകരമാണ്. സംസ്കൃത അധ്യാപകരെ തെരുവിലേക്ക് ഇറക്കിക്കൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി പോരാടേണ്ടി വന്നാൽ അത് അഭിമാനമായി കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ കാണുകയാണ്. അത്തരത്തിലേക്ക് അധ്യാപകരെ വലിച്ചിഴക്കരുത് എന്നാണ് നമുക്ക് സർക്കാരിനോട് ഇത്തരണത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഓരോ ക്ലാസ്സിൽ നിന്നും 2 വീതം വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ എഴുതാൻ അവസരം. ഉപജില്ലയിലെ LP വിഭാഗത്തിൽ 40 വിദ്യാർത്ഥികൾക്ക് 100 രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കും. UP വിഭാഗത്തിൽ 45 വിദ്യാർത്ഥികൾക്ക് 400 രൂപ. ഹൈസ്കൂളിൽ വിദ്യാഭ്യാസ ജില്ലാതലത്തിൽ 90 കുട്ടികൾക്ക് 600 രൂപ വീതമാണ് സ്കോളർഷിപ്പ്. സംസ്ഥാനത്താകെ 163 ഉപജില്ലകളും 41 വിദ്യാഭ്യാസ ജില്ലകളുമാണുള്ളത്. 17,545 രൂപയാണ് സ്കോളർഷിപ്പായി നൽകുന്നത്. ജനം, തിരുവനന്തപുരം.